കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 19 നമ്മൾ ശ്ലോകം 18 ചെയ്തു. ഇനിയിപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ 18 എന്താ പറഞ്ഞാൽ ഈ കർമ്മം കൊണ്ട് കിട്ടുന്നത് കർമ്മം കൊണ്ട് കർമ്മത്തിൻ്റെ പരിണാമം കൊണ്ട് കിട്ടുന്ന എല്ലാതും പിന്നെ നശ്വരാണ് എന്ന് മനസ്സിലാക്കി ഈ ബ്രഹ്മാവ് മുതൽക്ക് ഉറുമ്പ് വരെ അടങ്ങുന്ന ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാതും ഇതുപോലെ പിന്നെ നശ്വരമാണെന്ന് അറിഞ്ഞിട്ട് നമുക്കറിയാത്ത ലോകത്തിലും അങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന എന്ന് ഒരു ജ്ഞാനിക്ക് മനസ്സിലാവും. ഇവിടെ ഒന്നും നിത്യസത്യ നിത്യാനന്ദോ നിലനില്ല. അങ്ങനെ അതറിഞ്ഞിട്ട് നല്ല വിരക്തി ഉണ്ടാവും ആർക്കജ്ഞാനിക്കെന്ന് പറഞ്ഞു. ഇനി ഭക്തിയോഗത്തിനെ പറ്റി പറയണതാണ് 19 തൊട്ട്. ഭക്തിയോഗ പുരൈവോക്ത അത് പറഞ്ഞു 19 കൂടിയും പറഞ്ഞു അല്ലേ? ശരിയാണ്. ഇനി 20 തൊട്ടാണ് കേട്ടോ. ഞാൻ ഭക്തിയോഗത്തിനെ പറ്റി പറഞ്ഞുതരാം എന്ന് പറഞ്ഞുവല്ലോ. 18 കഴിഞ്ഞു 19 കഴിഞ്ഞു. ഞാൻ ഭക്തിയോഗത്തിനെ പറ്റി പറഞ്ഞുതരാം, കേട്ടോളൂ എന്ന് പറയുകയാണ്. ഇനി 20. ശ്രദ്ധാമൃത കഥായാം മേ ശശ്വന്മദനു കീർത്തനം പരിനിഷ്ഠാച പൂജായാം സ്തുതിഭിസ്തവനം മമ. എന്തൊക്കെയാണ് പിന്നെ എന്താണ് പറയണത്? ശശ്വതി എപ്പോഴും ഇതാണ് കേട്ടോ ഭക്തിക്കുള്ള കാരണം പറയണം. എങ്ങനെയാണ് ഭക്തി ഉണ്ടാക്കുകയെന്ന്, പരമഭക്തി ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തരാണ് ഭഗവാൻ നമുക്ക് കേട്ടോ. ശ്രദ്ധിച്ച് നമുക്ക് അത് ശ്രദ്ധയോടുകൂടി നമുക്ക് കേൾക്കണം. ശശ്വതി എപ്പോഴും അമൃതതുല്യമായ മേ കഥായാം എൻ്റെ കഥയിൽ ശ്രദ്ധയും പറയേ എല്ലാം ചെയ്യാം. മദനു കീർത്തനം എൻ്റെ കഥയെ പറയുന്നതും പൂജായാം എൻ്റെ പൂജയിൽ പരിനിഷ്ഠ ആഗ്രഹവും സ്തോത്രങ്ങളാൽ മമസ്തവനം എന്നെ സ്മരിക്കുന്നതും. ഇനി കുറേ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞാൽ, എൻ്റെ ദിവ്യലീലകളെ എപ്പോഴും ആദരവോടും സ്നേഹത്തോടും കൂടി എപ്പോഴും കേൾക്കുകയും പറയുകയും എൻ്റെ കഥകളെ പിന്നെയോ തിരുനാമങ്ങളും ലീലകളും നിരന്തരം കീർത്തിക്കുക. പിന്നെയോ എന്നെ പൂജിക്കുക, എപ്പോഴും ദിവ്യ സ്തോത്രങ്ങൾ കൊണ്ട് എന്നെ സ്തുതിക്കുക. ഇതെല്ലാം സാധനാഭക്തി തന്നെയാണെന്ന് പറയണം ഭഗവാൻ. ഇതൊക്കെ എൻ്റെ ഭക്തി വർദ്ധിപ്പിക്കാൻ കാരണമാവും എന്നാണ് പറയുക. എന്തൊക്കെയാണ് പറയണ? പിന്നെ എന്നെക്കുറിച്ചുള്ള എല്ലാ കഥകളും ഒക്കെ എൻ്റെ ലീലകളൊക്കെ ചർച്ച ചെയ്യുക, നിങ്ങൾ അതിനെപ്പറ്റി പറയുക, കേൾക്കുക, എന്നെ സ്തുതിക്കുക, സ്തുതികളും സ്തോത്രങ്ങളും കൊണ്ട് പാടി എന്നെ പൂജിക്കുക. പൂജയിൽ നല്ല ആദരവുണ്ടാവും വേണം. ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു ശ്ലോകത്തെ പറയുന്നത്. നമ്മളൊക്കെ സാധാരണ ചെയ്യണത് തന്നെ. ഇപ്പോൾ ഭാഗവതം പറയുകയാണെങ്കിലും കേൾക്കുകയാണെങ്കിലും ഭാഗവതം വായിക്കുകയാണെങ്കിലും അതൊക്കെ ഭക്തിവർദ്ധകങ്ങളാണെന്നാണ് പറഞ്ഞതിൽ. ശ്രദ്ധാമൃത കഥായാം മേ ശശ്വന്മദനു കീർത്തനം പരിനിഷ്ഠാച പൂജായാം എന്നെ പൂജിക്കുക. സ്തുതിഭി സ്തവനം മമ നല്ല സ്തുതികളാൽ. ഇപ്പോൾ നമ്മൾ പ്രഹ്ലാദസ്തുതി, ധ്രുവസ്തുതി, കുന്തി സ്തുതി, ഭീഷ്മസ്തുതി ഒക്കെ നമ്മൾ വായിച്ചാൽ വളരെ നല്ലതാണ്. ഭഗവാനെ സ്തുതിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. പിന്നെ ഭക്തി വർദ്ധിക്കാൻ സഹായിക്കും. ആദര പരിചര്യായാം സർവാംഗൈരഭിവന്ദനം മദ്ഭക്ത പൂജാഭ്യധിക സർവഭൂതേഷു മന്മതി. അതെന്താ അതിൽ പറയണേ? ശ്രദ്ധാമൃത കഥ ആദര പരിചര്യായാം, അതായത് പിന്നെ പരിചര്യായാം ആദരഹ, എനിക്ക് പരിചര്യ ചെയ്യുന്നതിൽ നല്ല ആദരവ്. ഭഗവാനെ ശുശ്രൂഷിക്കുന്ന ഭഗവാന് വേണ്ടി ചെയ്യണേലും നല്ല ആദരവ്. സർവാംഗൈഹി അഭിവന്ദനം, എല്ലാ അവയവങ്ങളാലും നമസ്കരിക്കുന്നതും സാഷ്ടാംഗ നമസ്കാരി. ആത്മഭക്ത പൂജ, എൻ്റെ ഭക്തന്മാരെയും പൂജിക്കണം. അതും കൂടിയും പറയേണ്ടതിൽ എന്താണ്? മദ്ഭക്ത പൂജ്യാഭ്യധിക അതാണ്. അഭ്യധിക മദ്ഭക്ത പൂജ, അധികമായി എൻ്റെ ഭക്തന്മാരെ പൂജിക്കുന്നതും. പിന്നെയോ സർവഭൂതേഷു മന്മതിഹി,
സകല പ്രാണികളിലും ഭഗവാൻ ഇരിക്കുന്നു എന്ന മനോഭാവത്തോടെ പൂജിക്കണം. എല്ലാവരെയും അങ്ങനെ കാണണം. അതാണല്ലോ വളരെ ഒരു നല്ല കാര്യം അല്ലേ, എല്ലാറ്റിലും ഭഗവത് സാന്നിധ്യം കാണുക. അതുതന്നെയാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. എന്താ വെച്ചാൽ എൻ്റെ ശുശ്രൂഷയിൽ നല്ല ആദരവ് വേണം, പിന്നെ സാഷ്ടാംഗം പ്രണാമം ചെയ്യണം, പിന്നെയോ എൻ്റെ ഭക്തന്മാരെയും നല്ലോണം പൂജിക്കുകയും ആദരിക്കുകയും വേണം. അതുമാത്രമല്ല സർവ്വഭൂതങ്ങളിലും എൻ്റെ സാന്നിധ്യം കണ്ട് നമസ്കരിക്കണം. എല്ലാറ്റിലും ഭഗവാന്റെ സാന്നിധ്യം കാണും വേണം എന്നാണ് ഇതിൽ പറഞ്ഞത്. ആദരപരിചര്യായാം സർവാംഗാഭിവന്ദനം മദ്ഭക്ത പൂജാഭ്യധിക സർവഭൂതേഷു മന്മതി. എല്ലാറ്റിലും എന്നെ കാണാൻ സാധിച്ചാൽ പിന്നെ ഒന്നും വേണ്ടല്ലോ അല്ലേ. ഇനി 22 മദർത്ഥേഷ്വംഗചേഷ്ടാച വചസാ മദ്ഗുണേരണം മയ്യർപ്പണം ച മനസ സർവകാമവിവർജനം. എല്ലാ കാമങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാണ്ടേ വേണേ. എന്താ അറിയോ, ഇപ്പോൾ ഇതിൽ പറഞ്ഞത് മദർത്ഥേഷു മീൻസ് എനിക്കായിട്ട് അംഗചേഷ്ട അർപ്പിച്ചുകൊണ്ടുള്ള, എനിക്കായി അർപ്പിച്ചുകൊണ്ട് മാത്രമുള്ള അംഗചേഷ്ടകളും വചസ വാക്കുകൊണ്ട് ഗുണേരണം വാക്കുകൊണ്ട് എൻ്റെ ഗുണങ്ങളുടെ വർണ്ണിക്കുക. വാക്ക് അതിനെ ഉപയോഗിക്കാവൂ എൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കാൻ, ചീത്ത വർത്തമാനങ്ങളൊന്നും പറയരുതെന്ന്. മനസ്സഹ മയ്യർപ്പണം മനസ്സിനെ എന്നിൽ സമർപ്പിക്കണം. സർവകാമവിവർജനം അതായത് സകാമഭക്തി ഉപേക്ഷിക്കണം. അതായത് ഭഗവാനെ സ്നേഹിക്കണത് ഒന്നും കിട്ടാനാവരുത്, എല്ലാ ആഗ്രഹങ്ങളെയും ത്യജിക്കണം. അതാണ് ഇതിൽ പറഞ്ഞത്. ഈ ഒരു ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? എനിക്കായി എല്ലാ നമ്മുടെ കാല് അമ്പലത്തിൽ പോകാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാവാം. നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടുള്ള പൂജയാണെന്ന് സങ്കല്പിക്കുക. വെച്ചാൽ എല്ലാറ്റിലും ഭഗവാനെ കണ്ടു വെച്ചാൽ അത് പറ്റൂലോ. ഇപ്പം നമ്മൾ ഒരാൾക്ക് വേണ്ടി കുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ആളുടെ ഉള്ളിലുള്ള ഭഗവാനെ തന്നെയാണ് നമ്മൾ പൂജിക്കണമെന്ന് വെച്ചാൽ ഭഗവത് പൂജ ചെയ്യലോ. അതുപോലെ തന്നെ നമ്മൾ നടക്കുകയാണെങ്കിൽ എപ്പോഴും വലത്ത് ഭാഗത്ത് ഭഗവാന്റെ അന്ന് സങ്കല്പിക്കുക, അപ്പോൾ പ്രദക്ഷിണായി. എപ്പോഴും ഭഗവാൻ വലത്ത് ഭാഗത്തുണ്ടെന്ന് സങ്കല്പിക്കുക, അപ്പോൾ പ്രദക്ഷിണായി കാല്. വാക്കാണെങ്കിൽ എപ്പോഴും ഭഗവാനെ പറ്റിയിട്ടും ഭാഗവതത്തെ പറ്റിയും ഭഗവത്ഗീതകളെ പറ്റിയിട്ടും പറയുക. എന്ത് സന്ദർഭം കിട്ടിയാലും ഭഗവത്ഗീതയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, രാമായണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭഗവാനെ പറ്റി എപ്പോഴും പറയാൻ ശ്രമിക്കുക. അങ്ങനെ അതൊക്കെയാണ് ഇതിൽ പറയണം കേട്ടോ. അതേപോലെ തന്നെ എപ്പോഴും എപ്പോഴും മനസ്സിൽ ഭഗവാനെ സമർപ്പണം ചെയ്തും കൊണ്ട് വേണം. പിന്നെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കുറയണം. വേണ്ടേ? അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഭഗവാൻ മാത്രം മതി എന്നാവണം. അതാണ് എല്ലാ കാമനകളും കുറയണേ. എന്നിട്ട് ഭഗവാൻ മാത്രം മതി. ശരിക്കൊരു പരമഭക്തൻ അങ്ങനെയാണല്ലോ, മോക്ഷം കൂടി ആഗ്രഹിക്കില്ല എന്നല്ലേ പറയുക. അങ്ങനെ ആഗ്രഹങ്ങൾ കുറയണം എന്നാണ് ഇതിൽ പറഞ്ഞത്. മദർത്ഥേഷു അംഗചേഷ്ടാച വചസാ മദ്ഗുണേരണം. അങ്ങനെ ഉണ്ടല്ലോ ഈ മുകുന്ദമാലയിൽ പറയൂലോ, ജിഹ്വേ കീർത്തയ കേശവം അല്ലേ, മുരരിപും കാതോണ്ട് എപ്പോഴും ഭഗവാന്റെ ജിഹ്വേ, എനിക്ക് ഒന്നിച്ച് ചെല്ലിയാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ മാർക്കും. ജിഹ്വേ കീർത്തയ കേശവം മുരരിപും ചേതോ ഭജ ശ്രീധരം പാണിദ്വന്ദ് സമർച്ചയാച്യുത കഥാ ശ്രോത്രദ്വയം ത്വം ശൃണു കൃഷ്ണം ലോകയലോചനദ്വയ ഹരേർഗച്ഛാംഗ്രി പത്മാലയം. അതാണ് എല്ലാം. കാല് ഭഗവാന്റെ അടുത്തേക്ക് പോട്ടെ, ചെവി ഇത് കേൾക്കട്ടെ, മനസ്സ് ഭഗവാനെ, അങ്ങനെ എല്ലാ നമ്മുടെ അവയവങ്ങളെ കൊണ്ടും ഭഗവാനെ തന്നെ പറ്റുന്നത്ര സമയവും പൂജിക്കണം. ഇനി 23 നമുക്ക് അല്ലേ. 23 മദർത്ഥേർത്ഥ പരിത്യാഗോ ഭോഗസ്യ ച സുഖസ്യ ച ഇഷ്ടം ദത്തം ഹുതം ജപ്തം മദർത്ഥം യദ്വ്രതം തപഃ. മദർത്ഥേ ചാൽ എൻ്റെ ഭജനത്തിനായിട്ട്, അർത്ഥപരിത്യാഗ എന്നെ ഭജിക്കാനായിട്ട്, പിന്നെ ധനത്തിൻ്റെയും ഭോഗത്തിൻ്റെയും അർത്ഥപരിത്യാഗ ഭോഗസ്യ സുഖസ്യ ച, അതായത് ധനത്തിൻ്റെയും ഭോഗങ്ങളുടെയും സുഖങ്ങളുടെയും ത്യാഗവും ചെയ്യണം. അതായത് ഭക്തിക്കൊരു ഒരു ഭക്തിക്ക്
വിഘ്നമായിട്ടുള്ള എല്ലാറ്റിനെയും നമ്മൾ മാറ്റണം. അതായത് ഭക്തിയോടുകൂടി ചെയ്യാവുന്നതല്ലാത്തൊക്കെ നമുക്ക് ഭക്തിപൂർവ്വം ഭഗവാനെ ഭജിക്കാൻ സാധിക്കാതെ വരുന്ന കാര്യങ്ങളൊക്കെ അകറ്റണം. അതായത് ഇപ്പോൾ ധനം കൊണ്ട് എൻ്റെ ഭജനത്തിനായിട്ട് ധനത്തിൻ്റെയും എല്ലാ അനാവശ്യ ഭോഗത്തിൻ്റെയും സുഖത്തിൻ്റെയും ഒക്കെ ത്യാഗം ചെയ്താൽ നല്ലതാണ്. എന്നെ ഭജിക്കാനായിട്ടാണ് അതൊക്കെ ത്യജിക്കണമെന്ന് വെച്ചാൽ നല്ലതാണ്. അല്ലാതെ ഉത്തരവാദിത്വം ഇല്ലാണ്ട് ത്യജിക്കാൻ പാടില്ല. എനിക്ക് അല്ലെങ്കിൽ മടി കൊണ്ട് ഒരു കാര്യം ത്യജിക്കാൻ പാടില്ല. ഭഗവത് ഭക്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ത്യജിച്ചാലും ആദ്യം തന്നെ ഭാഗവതത്തിൽ ഇത് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ സന്യാസം ഒരു സന്യാസം സ്വീകരിച്ച് പോയി ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ വിവാഹം കഴിച്ചു, കുട്ടികളുണ്ടായി, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സന്യസിച്ചു വെച്ചാൽ പാപമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എവിടെ ഒരു ദിക്കില്ല. അപ്പോൾ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താ അറിയോ, ഭഗവത് ഭജനത്തിനാണെങ്കിൽ അത് ചെയ്താൽ വിരോധമില്ല. അല്ലാതെ ഉത്തരവാദിത്തം ഇല്ലാതെ അല്ലെങ്കിൽ എനിക്ക് സാധിക്കില്ല ഭാരം എന്ന് വിചാരിച്ചിട്ട് മടി കൊണ്ട് സുഖമായിട്ട് എനിക്ക് ഇനി അവിടെ ഹിമാലയത്തിലൊക്കെ പോയിട്ട് ഭിക്ഷം തെണ്ടി നടന്ന് ഒന്ന് പണിയും ചെയ്യാണ്ട് നടക്കാം, മനസ്സ് മാറിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ആത്മാർത്ഥമായിട്ടുള്ള ഭഗവത് ഭജനത്തിനാണെങ്കിൽ നമ്മൾ ധനത്തിനെയും സുഖത്തിനെയും എല്ലാം ത്യജിക്കണത് സാധനാഭക്തി തന്നെയാണെന്ന് ഒരു വിരോധമില്ല. അത് പറഞ്ഞിട്ടുണ്ട് വേറെയും 1-2 ദിക്കിൽ. പിന്നെയോ അതായത് മദർത്ഥേ അർത്ഥപരിത്യാഗ ഭോഗസ്യ സുഖസ്യ ച പരിത്യാഗ ഒക്കെ സാധനാഭക്തിയാണ്. പിന്നെയോ ഇഷ്ടാധികം മദർത്ഥം, അതായത് യജ്ഞാദികളെ ദാനോ ഹോമോ മന്ത്രജപോ വ്രതോ തപസ്സോ എന്ത് ചെയ്താലും ഭക്തിയോടുകൂടി ചെയ്താൽ അത് എന്നിലുള്ള ഭക്തി വർദ്ധിക്കാൻ സഹായകമാകും. അതാണ്, എന്തും നമുക്ക് ത്യജിക്കാം നമ്മളുടെ ഉദ്ദേശം ഭഗവാനെ ഭജിക്കുന്നത് മാത്രമാണെങ്കിൽ. അല്ലെങ്കിൽ ഭഗവത് ഭജനത്തിന് വിരോധം ആവരുത് എന്ന് വിചാരിച്ച് നമുക്ക് എന്തും ത്യജിക്കാം, എല്ലാ ധനവും അർത്ഥവും പോകും. പിന്നൊന്ന് പറയണത് എന്താ വെച്ചാൽ, നമ്മളെ ഭക്തിയോട് കൂടിയിട്ട് യജ്ഞോ ദാനോ ഹോമോ ജപോ വ്രതോ തപസ്സോ എന്തായാലും അത് ഭക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ ഭക്തി സാധന തന്നെയാണ്. മദർത്ഥേർത്ഥ പരിത്യാഗോ ഭോഗസ്യ ച സുഖസ്യ ച ഇഷ്ടം ദത്തം ഹുതം ജപ്തം മദർത്ഥം യദ്വ്രതം തപഃ ഏവം ധർമ്മൈർമനുഷ്യാണാം ഉദ്ധവാത്മനിവേദിനാം മയി സഞ്ജായതേ ഭക്തിഃ കോന്യോർത്ഥോസ്യാവശിഷ്യതേ. ഇനി എന്താ പറയണേ ഭഗവാൻ? ഹേ ഉദ്ധവനെ സംബോധന ചെയ്തിട്ട് പറയുകയാണ്. എന്താ? ഏവം ധർമ്മൈഹി, ഇപ്രകാരം ഭാഗവതധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ആത്മനിവേദനം, ആത്മസമർപ്പണം തന്നെ, അവനവനെ തന്നെ സമർപ്പിക്കുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുള്ള മനുഷ്യർക്ക് മയി ഭക്തി സഞ്ജായതേ, എന്നിൽ പരമായ ഭക്തി സിദ്ധിക്കുന്നു. അസ്യ കഹ അന്യ അർത്ഥ അവശിഷ്യതേ. ഈ ഭക്തി സിദ്ധിച്ച, ഈ പരാഭക്തി ലഭിച്ച ഒരു ഭാഗവതോത്തമന് പിന്നെ എന്താണ് സാധിക്കാനായിട്ട് ബാക്കിയുള്ളത് എന്ന്. അതായത് പൂർണ്ണ ആപ്തകാമനായി അല്ലേ, എന്നിൽ അനന്യഭക്തി ആത്മസമർപ്പണം ചെയ്തു. അങ്ങനെയുള്ളൊരു ഭക്തന്, അവനവനെ തന്നെ എന്നിൽ അർപ്പിച്ചൊരു ഭക്തന് ഇനി എന്താണ് ഇനി കിട്ടേണ്ടതായിട്ട് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ, എന്നിൽ ആത്മസമർപ്പണം ചെയ്യാൻ സാധിച്ച ഭക്തന് പിന്നെ ഒരാഗ്രഹമില്ല, കൃതാർത്ഥനാണ്, ആപ്തകാമനാണ്, ആനന്ദസ്വരൂപമായ ഞാൻ തന്നെ ആയിത്തീരും എന്നാണ് പറഞ്ഞത്. അത്ര ഭക്തി കൊണ്ട് എങ്ങനെ ഭഗവാൻ തന്നെ ആവാം എന്നാണ് അപ്പോൾ പറഞ്ഞത്. നമ്മുടെ എല്ലാം ഭഗവത് സംബന്ധമായിട്ടേ പാടുള്ളൂ. നമ്മളിപ്പോൾ ഒക്കെ എല്ലാം ഗൃഹസംബന്ധമല്ലേ, അതിനെ മാറ്റിയിട്ട് എല്ലാം ഭഗവത് സംബന്ധമായിട്ട്, അതാണ് എല്ലാം ഈശ്വരാർപ്പണമാക്കി തീർക്കണം. അതാണ് എല്ലാ അതായത് സർവോപരി എല്ലാത്തിലും ഞാൻ നിറഞ്ഞിരിക്കണമെന്ന് ബുദ്ധി കൊണ്ട് ഉറപ്പിക്കണം. അങ്ങനെ എല്ലാ കർമ്മങ്ങളും ചലനങ്ങളും എൻ്റെ പൂജയായിട്ട് കരുതണം, എൻ്റെ സ്തുതിയായിട്ട് കരുതണം. അതാ പറഞ്ഞ കാലുകൊണ്ട് നടക്കുമ്പോൾ
വലത്തെ ഭാഗത്ത് ഭഗപ്രദക്ഷിണ വിചാരിക്കണം, അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ മാനസപൂജയിലൊക്കെ ഉണ്ടല്ലോ, ശിവമാനസപൂജയിൽ. അതുപോലെ എന്തിനാ പറയണു, എല്ലാം ഈശ്വരാർപ്പണമാക്കി തീർക്കണം. എന്നിട്ട് എനിക്ക് വേണ്ടി എന്തും ത്യജിക്കണം. അതായത് മനസ്സുകൊണ്ട് കർമ്മങ്ങളെയൊക്കെ നമ്മൾ മാറ്റണം. എന്നിട്ട് എനിക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാവണം. യജ്ഞം, ദാനം, ഹോമം, വ്രതം, തപസ്, പിന്നെ അവസാനത്തെയാണ് ആത്മനിവേദനം. ഇതെല്ലാം എന്നിൽ ഭക്തി വർദ്ധിപ്പിക്കും. അങ്ങനെ വർദ്ധിപ്പിച്ചാൽ അതിലധികം ഒന്നും ഒരു ഭക്തന് നേടാനുമില്ല. നല്ല കൃതാർത്ഥനും ശാന്തനും ആപ്തകാമനുമായി തീരും. ആ ചിത്തത്തിന് പിന്നെ ജ്ഞാനവും ധർമ്മവും വൈരാഗ്യവും ഒക്കെ ഒരുപോലെ ഉണ്ടാവും. അതാണ് ഇതിൽ പറഞ്ഞ് ഭഗവാനെ തന്നെ ലഭിക്കുന്ന ചുരുക്കം. ഭഗവാനെ തന്നെ ലഭിക്കും, ഭഗവാൻ തന്നെ ആയിത്തീരും എന്നാണ് പറയണം കേട്ടോ. ഇപ്പോൾ 23 നമ്മൾ കഴിഞ്ഞു അല്ലേ. മദർത്ഥേർത്ഥ പരിത്യാഗോ ഏവം ധർമ്മ 24 വായിച്ചത്. ഏവം ധർമ്മേർ മനുഷ്യാണാം ഉദ്ധവ ആത്മനിവേദനം കൂടി കഴിഞ്ഞ ആളൊക്കെ മയി സഞ്ചായതേ, എന്നിൽ തന്നെ എന്നെ കിട്ടിയ ആൾക്ക് പിന്നെ ഭക്തി അതായത് എന്നിൽ അത്ര അനന്യഭക്തി ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ ലഭിക്കുക. അപ്പോൾ പിന്നെ ഒന്നും വേണ്ട. കോന്യോർത്ഥോസ്യാവശിഷ്യതയെ, പിന്നെ എന്താ അയാൾക്ക് കിട്ടാനായിട്ട് ബാക്കിയുള്ളത്? കൃതാർത്ഥനായതുകൊണ്ട് ആ ഭഗവാൻ ഇനിയൊന്നും ആ ഭാഗവതോത്തമൻ ഇനി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്ന് പറയാണ്. ഇനി യഥാത്മന്യർപ്പിതം ചിത്തം ശാന്തം സ്വത്തോപബൃംഹിതം ധർമ്മം ജ്ഞാനം സവൈരാഗ്യമൈശ്വര്യം ചാഭിപദ്യതേ, അയാൾക്ക് പിന്നെ എല്ലാം ലഭിക്കും തന്നെ, ഇത്ര ഭക്തി ഉണ്ടെങ്കിൽ. എന്താ പറഞ്ഞ സത്വോപബൃംഹിതം ശാന്തം ചിത്തം, അതായത് സത്വപ്രധാനമായിട്ടും ശാന്തമായിട്ടും തീർന്ന ആ ചിത്തം യഥാ ആത്മനി അർപ്പിതം, എപ്പോൾ ആത്മസ്വരൂപനായ എന്നിൽ തന്നെ അർപ്പിക്കപ്പെടുന്നുവോ തഥാ, അപ്പോൾ ധർമാധികം അഭിപദ്യന്തേ, ആ സാധകന് ധർമ്മവും ജ്ഞാനവും വൈരാഗ്യവും ഐശ്വര്യവും എല്ലാം ഉണ്ടായി. എന്താണപ്പോൾ പറഞ്ഞത്? ഇങ്ങനെ സത്വഗുണം വർദ്ധിച്ച് ശാന്തവും കൃതാർത്ഥവും ആപ്തകാമനുമായിട്ടുള്ള ആ പിന്നെ ഭക്തൻ്റെ മനസ്സ് എപ്പോഴാണ് ആത്മസ്വരൂപനായ എന്നിൽ തന്നെ അർപ്പിതമായി തീരുന്നത്, അപ്പം ആ സാധകന്, ആ ഭക്തന് ധർമ്മവും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ അനായാസമായിട്ട് ലഭിക്കും. അങ്ങനെ എന്നിൽ ആത്മാർപ്പണം ചെയ്ത ഭക്തന് ധർമ്മവും ജ്ഞാനവും വൈരാഗ്യവും ഐശ്വര്യവും ഒക്കെ ഒരു അനായാസമായിട്ട് ആ ഭക്തന് ലഭിക്കുന്നു. യഥാത്മന്യർപ്പിതം ചിത്തം ശാന്തം സത്വോപബൃംഹിതം ധർമ്മം ജ്ഞാനം സവൈരാഗ്യം ഐശ്വര്യം ചാഭിപദ്യതേ, അതൊക്കെ ഒരു അയത്നമായിട്ട് ജപിക്കുന്നു. 26 ഇനി അല്ലാത്തവർക്ക് ആപത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഇതിൽ. യദർപ്പിതം തദ്വികൽപ്പേ ഇന്ദ്രിയൈഃ പരിധാവതി രജസ്വലം ചാസന്നിഷ്ഠം ചിത്തം ചിത്തം വിധി വിപര്യം. ഇനി എന്താ പറയണ 26 അതെ, യത് എപ്പോൾ തത് ചിത്തം ആ മനസ്സ്, ആ ഭക്തൻ്റെ ഇപ്പം ഇങ്ങനെയല്ല ആയ പിന്നെ അയാൾക്ക് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. ഇനി അല്ലെങ്കിൽ എപ്പോഴാണ് ആ മനസ്സ് വികൽപ്പേ, ഈ ശരീരം ഗൃഹം ധനം ഇതിലൊക്കെ അർപ്പിതം അതിലേക്ക് പോണത്, അതായത് ആരുടെ മനസ്സാണോ ഈ ഭൗതികമായിട്ടുള്ള നമ്മുടെ സ്വത്തും ഭാര്യയും കുട്ടികളിലേക്കും മാത്രം പിന്നെ വ്യാപൃതമാവുന്നത്, അല്ലെങ്കിൽ എപ്പോഴും അവരെപ്പറ്റി നമ്മുടെ മനസ്സ് അർപ്പിക്കപ്പെട്ടതാവുമ്പോൾ ഇന്ദ്രിയങ്ങൾ വഴിയായി പരിധാവതി വിഷയങ്ങളിൽ പിന്നെയും പ്രവേശിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ കൂടി രജസ്വലം, അപ്പോൾ രജസ്സിനാൽ പൂർണ്ണമാവും മനസ്സ്, രജഗുണത്താൽ അസന്നിഷ്ഠം, ആ ദ്രവ്യങ്ങളിലൊക്കെ ആസക്തി ഉണ്ടാവും, വിപര്യം, അതുകൊണ്ട് വിപരീതമായ ധർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അതിന് വേണ്ടിയിട്ട് വിധി എന്ന് നീ അറിഞ്ഞുകൊള്ളുക. അതാ നമ്മൾ ഒരു വാണിങ്ങാണ്, ഭഗവാൻ ഒരു വാണിംഗ് തരികയാണ്. എന്താ അറിയോ,
ഇങ്ങനെയായാൽ ആ ആളൊക്കെ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു ഭക്തൻ, അനന്യഭക്തിയുള്ള, എന്നിൽ തന്നെ ആത്മാർപ്പണം ചെയ്ത ഭക്തനെല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞു. ഇനി അതില്ലെങ്കിൽ മനസ്സിനെ ഈ സംസാരത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചു വിടുന്ന ഒരാളുടെ കാര്യമാണ് പറയണതിൽ. അത് ഓൺ ചെയ്യാണ്. യഥാ തത്, എപ്പോഴാണ് ആ മനസ്സ് വികൽപ്പേ അർപ്പിതം, ഈ ദ്വൈത പ്രപഞ്ചത്തിലേക്ക് മാത്രം ആ മനസ്സിനെ അഴിച്ചു വിട്ടിട്ട് ഇന്ദ്രിയൈഹി, ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളിൽ ഓടി നടക്കുക, മനസ്സിനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഈശ്വരനിൽ നിന്ന് മാറ്റിയിട്ട് ഈ വിഷയങ്ങളിലേക്ക് അങ്ങ് വ്യാപരിപ്പിച്ചാലോ, അപ്പോൾ തഥാ, അപ്പോൾ അധികം രജസ്വലം അസന്നിഷ്ഠം, അപ്പം അത് രജോ ഗുണപ്രധാനാവും, നീചമാവും. അതായത് മനസ്സിൻ്റെ ആ പരിശുദ്ധത മുഴുവൻ നഷ്ടപ്പെട്ട് നീച മനസ്സാവും. എന്നിട്ടോ ചിത്തം വിപര്യം വിദ്ധി, ആ ചിത്തത്തെ മുമ്പ് പറഞ്ഞില്ലേ, ഒരു ഭക്തൻ്റെ ശുദ്ധചിത്തത്തിന് നേരെ വിപരീതമായിട്ട് അധർമ്മം ഒക്കെ അനുഷ്ഠിക്കാൻ തുടങ്ങും. ഇതുവരെ ഭാഗവത ധർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച ആ ഭക്തൻ്റെ മനസ്സ് ഭഗവാനിൽ അർപ്പിതമായിരുന്നു പറഞ്ഞില്ലേ. എങ്ങാനും ആ മനസ്സിനെ ഭഗവാനിൽ നിന്നെടുത്തിട്ട് ഈ വിഷയങ്ങളിലേക്കും സംസാരത്തിലേക്കും അങ്ങോട്ട് വ്യാപരിപ്പിച്ചോ, അപ്പം എന്താ ഉണ്ടാവുക? ആ മനസ്സിൻ്റെ പരിശുദ്ധത മുഴുവൻ രജോ ഗുണം കൊണ്ട് നിറയും, മനസ്സിൻ്റെ പരിശുദ്ധത മുഴുവൻ നഷ്ടപ്പെടും. എന്നിട്ട് ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് നമ്മൾ അധർമ്മങ്ങൾ പ്രവർത്തിക്കാനും ഇടവരും. അതുകൊണ്ട് നമ്മൾക്കുള്ള ഉപദേശം എന്താ വെച്ചാൽ, മനസ്സിനെ ഭഗവാനിൽ നിന്ന് മാറ്റാതെ സൂക്ഷിക്കുക. നമുക്ക് ശരിയാണ്, കുട്ടിയോള് പിന്നെന്താണ് ധനം, ബന്ധുക്കളിലേക്കൊക്കെ മനസ്സ് പോവും. പക്ഷെ പറ്റുന്ന അത്രയും വിളിച്ച് കൊണ്ടുവരിക, ഭഗവാനിലേക്ക് തന്നെ കൊണ്ടുപോവുക മനസ്സിനെ. ഭഗവാനിൽ നിന്ന് മനസ്സ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറ്റിയാൽ നമുക്ക് ആപത്ത് തന്നെയാണെന്നാണ് പറയണത്. മാത്രമല്ല, അപ്പം നമുക്ക് ഓരോ മോഹങ്ങൾ സാധിക്കാൻ വേണ്ടി അധർമ്മം പ്രവർത്തിക്കും. നേരെ തിരിച്ച് ഭഗവാനിൽ തന്നെ അങ്ങോട്ട് മനസ്സ് വെച്ചാൽ അതിനൊന്നൊരു ചാൻസില്ല, നമ്മളതിനെ ഇടം കൊടുക്കണില്ല. അതുകൊണ്ടാണ് നമ്മൾക്കുള്ളൊരു ഉപദേശം എന്താ വെച്ചാൽ, മനസ്സിനെ ഭഗവാനിൽ നിന്ന് മാറാൻ സമ്മതിക്കാതിരിക്കൂ എന്ന് തന്നെ ഭഗവാൻ പറയണം. മനസ്സിനെ എന്നിൽ നിന്ന് മാറാതെ, സംസാരത്തിലേക്ക് കടത്തിവിടാതെ, ഇന്ദ്രിയങ്ങൾ വഴി സുഖങ്ങളെ അനുഭവിക്കാനുള്ള ആഗ്രഹം ഇല്ലാതെ, കാമം നമ്മുടെ ഓരോ മോഹങ്ങളും ആഗ്രഹിക്കാനായി അധർമ്മം പ്രവർത്തിക്കാതെ ഇരിക്കണമെങ്കിൽ മനസ്സിനെ എന്നിൽ തന്നെ പിടിച്ചു നിർത്തൂ, മനസ്സിനെ എന്നിൽ നിന്ന് മാറാൻ സമ്മതിക്കാതെ നോക്കൂ എന്നാണ് പറയുന്നത്. നമുക്കെപ്പോഴും ട്രൈ ചെയ്യാലോ, അല്ലേ? നമ്മളെപ്പോഴും പരിശ്രമിക്കെങ്കിലും വേണമല്ലോ. അതാണ് ഭഗവാൻ ഇപ്പോൾ നമ്മളോടും ഉദ്ധവനോട് പറയുന്ന പോലെ നമ്മളോട് പറയണത് കേട്ടോ. യദർപ്പിതം തദ്വികൽപ്പേ, വികല്പം വന്നാൽ പിന്നെ കഥ കഴിഞ്ഞു. എപ്പോഴും ഭഗവാൻ തന്നെയാവണം നമ്മുടെ ലക്ഷ്യം. യദർപ്പിതം തദ്വികൽപ്പേ ഇന്ദ്രിയൈഹി പരിതാവതി, ഇന്ദ്രിയങ്ങൾ അതിൻ്റെ പാട്ട് പോകുന്നാലേ വിഷയസുഖങ്ങളുടെ രജസ്വരം രജോ ഗുണം നിറയും. ചാസന്നിഷ്ഠം, ചിത്തം അസന്നിഷ്ഠവും നീചാവും. ചിത്തം വിദ്ധി വിപര്യം, അപ്പോഴാണ് നമ്മൾ അധർമ്മമൊക്കെ അനുഷ്ഠിക്കാൻ തുടങ്ങും. അപ്പോൾ ആദ്യം തമോ ഗുണം കൂടിയും വരും. ഇനി ഒരു ശ്ലോകം കൂടിയും ചെയ്യാം, 27 കൂടിയും ചെയ്യാം. ധർമ്മോ മദ്ഭക്തികൃത് പ്രോക്തോ ജ്ഞാനം ചൈകാത്മ്യദർശനം ഗുണേഷ്വസംഗോ വൈരാഗ്യമൈശ്വര്യം ചാണിമാദയ. 27. മൽഭക്തികൃത്, എന്നിൽ ഭക്തിയെ ഉണ്ടാകുന്നതാണ് ധർമ്മ എന്ന്. ഭാഗവതധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്നതാണ് എന്ന് പ്രോക്ത ശാസ്ത്രങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഭാഗവതധർമ്മം? ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക. എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക? എല്ലാം ഭഗവതർപ്പണമായിട്ട് ചെയ്യുക, എപ്പോഴും ഭഗവാനെ സ്മരിക്കുക, എല്ലാറ്റിലും ഭഗവാനെ കാണുക. അതാണ് ഭാഗവതധർമ്മം എന്ന് ശാസ്ത്രങ്ങളിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രോക്ത ഐകാത്മ്യദർശനം, ആത്മാവാണ് ഞാൻ എന്നറിയുന്നതാണ് ജ്ഞാനം എന്നും. ഗുണേഷു, വിഷയങ്ങളിൽ വിഷയങ്ങളെ സംഘമില്ലായ്മയും. വൈരാഗ്യമെന്നും. അണിമ മുതലായ ഐശ്വര്യമെന്നും പറയപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇതിൽ പറയണ വെച്ചാൽ,
എന്നിൽ ഭക്തിയെ ഉണ്ടാക്കുന്നതാണ് ധർമ്മം എന്ന് എല്ലാ ശാസ്ത്രങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഭഗവാനിൽ ഭക്തി ഉണ്ടാകുന്നതാണ് ധർമ്മം എന്ന്. ജ്ഞാനം എന്നുള്ളത് എന്താ? ജ്ഞാനം എന്താണ്? ഞാൻ ആത്മാവാണെന്ന് അറിയലാണ് ജ്ഞാനം. പിന്നെയോ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷയങ്ങളിലുള്ള അനാസക്തിയാകുന്നു ഐശ്വര്യം. വിഷയങ്ങളിൽ ആസക്തി ഇല്ലാണ്ടിരിക്കുക. വൈരാഗ്യം അങ്ങനെയല്ല, വിഷയങ്ങളിലുള്ള വൈരാഗ്യമാണ് ഐശ്വര്യം എന്ന്. വിഷയങ്ങളിലുള്ള വൈരാഗ്യമാണ് ഐശ്വര്യം. ഇത് മൂന്നും നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. അത് പറഞ്ഞ് നമുക്ക് നിർത്താട്ടോ. അതായത് എന്താണ് അപ്പോൾ ഭഗവാൻ ഈ ഒരു ഇതിൽ നമുക്ക് നല്ലൊരു ചുരുക്കം ഇങ്ങോട്ട് പറഞ്ഞു. അതിൽ എന്താ പറഞ്ഞ്? ഭഗവത് ഭക്തിയാണ് ധർമ്മം. ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തിയാണെന്ന് ശാസ്ത്രങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. ഒരു ഭക്തൻ്റെ ധർമ്മം ഭഗവാനെ പൂജിക്കൽ. പിന്നെയോ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ആ പരമാത്മാവ് തന്നെയാണെന്ന് അറിയൽ ജ്ഞാനം. പിന്നെയോ ഈ വിഷയങ്ങളിലുള്ള അനാസക്തി അല്ലെങ്കിൽ വൈരാഗ്യം, അനാസക്തിയാകുന്ന വിഷയങ്ങളിലുള്ള വൈരാഗ്യം തന്നെയാണ് ഐശ്വര്യം എന്നും അതാണ് പറഞ്ഞത്. ഇത് മൂന്നുമാണ് എന്താണ് ധർമ്മം. ഭഗവത് ഭക്തിയാണ് ധർമ്മം. ഞാൻ ആത്മാവ് തന്നെ അറിയുന്ന ജ്ഞാനം. വിഷയങ്ങളിലുള്ള വൈരാഗ്യമാണ് ഐശ്വര്യം എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. ധർമ്മോ മദ്ഭക്തികൃത് പ്രോക്തോ ജ്ഞാനം ചൈകാത്മ്യദർശനം ഗുണേഷ്വസംഗോ വൈരാഗ്യം ഐശ്വര്യം ച അണിമാദയ. ആ വൈരാഗ്യം തന്നെയാണ് അണിമാതി ഐശ്വര്യങ്ങളാണ്. അത്ര വൈരാഗ്യം വന്ന അണിമാതി ഐശ്വര്യങ്ങൾ തന്നെ നമ്മളെ അന്വേഷിച്ച് വരുന്നതാണ് അതിൻ്റെ അർത്ഥം. വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ വെച്ചാൽ പിന്നെ എല്ലാ ഐശ്വര്യവും നമുക്ക് തികഞ്ഞു. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ഞങ്ങൾക്ക് ഇതുപോലത്തെ അനന്യ ഭക്തി നൽകണേ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.